ഭരതൻ എന്ന പേരിന്റെ ഉത്ഭവം പുരാതന കാലത്തെ ഏത് മഹാനായ രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഭരത ചക്രവർത്തി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഖഡ്ഗി, കോസി, ബ്രഹ്മപുത്ര, ഗംഗ. ഉത്തരം ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ്? ചൈനാനി, നൈനാശാരി ടണൽ, ജവഹർ ടണൽ, മാലിഗുഡ ടണൽ, കംസാറ്റ് ടണൽ. ഉത്തരം ചെനാനി നൈശാരി ടണൽ. ലോകത്തിലെ ആദ്യത്തെ പുസ്തകം അച്ചടിച്ച രാജ്യം? ഭൂട്ടാൻ, ഓസ്ട്രേലിയ, ലോഡ്, ചൈന. ഉത്തരം ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഇന്തോനേഷ്യ, മുട്ടകൾ, സ്കോട്ട്ലൻഡ്, മറ്റുള്ളവ. ഉത്തരം ഇന്തോനേഷ്യ. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി? ഒന്ന് എസ് ഭണ്ഡാരനായകി, ഇന്ദിരാഗാന്ധി, ബേനസീർ ഭൂട്ടോ, ഗോൾഡ മേയർ. ഉത്തരം എസ് ഭണ്ഡാരനായകി. ലോകത്തിലെ ഏറ്റവും വലിയ നിരോധനം? ബോൾഡർ ഡാം, ഫക്ര ഡാം, ഗ്രാൻഡ് ഡാം, മറ്റുള്ളവ. ഉത്തരം ഗ്രാൻഡ് ഡാം. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ആരായിരുന്നു? അരവിന്ദ് ഘോഷ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. കാർഷികോൽപാദകരുടെ വിഭാഗം എങ്ങനെയാണ് നിർണയിക്കുന്നത്? IS അമ്മ, പച്ച ഉൽപ്പന്നങ്ങൾ, അഗ്നമാർക്ക്, പരിസ്ഥിതി ഉൽപ്പന്നങ്ങൾ. ഉത്തരം അഗ്നമാർക്ക്. താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് പാക് കടലിടുക്ക് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നത്? പാകിസ്ഥാനും ചൈനയും, ഇന്ത്യയും ശ്രീലങ്കയും, ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും, ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും. ഇന്ത്യയും ശ്രീലങ്കയും. കമ്പ്യൂട്ടറിന്റെ ഹിന്ദി നാമം എന്താണ്? എന്യൂമറേറ്റർമാർ. ബാക്കി പിന്നടുത്തുള്ളത് കമ്പ്യൂട്ടർ, പിന്നെ ബാക്കിയുള്ളതും എന്യൂമറേറ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരം കമ്പ്യൂട്ടർ. ഒരു ഇന്റർനെറ്റ് വിലാസത്തിൽ HTTP-യുടെ ശരിയായ രൂപം എന്താണ്? ഹൈ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഹൈ ട്രാൻസ്ഫർ ടെക്സ്റ്റ് പ്രോട്ടോകോൾ, ഹൈബ്രിഡ് ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ആവശ്യം വരും, സബ്സ്ക്രൈബ് ചെയ്തോളൂ. മടിക്കാതെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ.